യാക്കോബായ സഭയുടെ മെത്രാപ്പൊലീത്തൻ പരിശുദ്ധ നാലാം അംഗവുമായ, അതുപോലെ തന്നെ സഭയുടെ കൊച്ചി ഭദ്രാസന മെത്രാപ്പൊലീത്തയുമായ അഭിവന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിക്ക് സ്വാഗതം. തിരുമേനി ഒരു നല്ല സംഘാടകനായിട്ട് അറിയപ്പെടുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പരിശുദ്ധ പരിമല തിരുമേനിയുടെ ചരമ ശതാബ്ദി സ്മരണാർത്ഥം നമ്മുടെ പുത്തൻകുരിശ് പത്രികാ സെന്ററിൽ നടത്തിയ 101 കുർബാന, അത് ഒരു വലിയൊരു മഹാസംഭവം തന്നെ നമ്മുടെ സഭയിലായിരുന്നു. അപ്പം അങ്ങനെ ഒരു നല്ല സംഘാടന മികവ് തിരുമേനിയുടെ കയ്യിലുണ്ട്. അപ്പം സഭയുടെ ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഈ സംഘാടന മികവ് സഭയുടെ ഈ പ്രശ്നങ്ങളിൽ നമ്മുടെ സഭയെ എങ്ങനെ ഒരു പുനഃസംഘടനയിലേക്ക് കൊണ്ടുവരാൻ ഒരു മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റി എന്ന നിലയിൽ തിരുമേനിക്ക് സാധിക്കും? 101 കുർബാനയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയത് നന്നായി. പലരും വിസ്മരിച്ചു പോയ ഒന്നാണ് 101 കുർബാന. അങ്ങനെയൊന്നും നടക്കുമോ എന്ന് പലരും ചിന്തിച്ച് പിന്മാറിയിരുന്നു. പക്ഷേ നമ്മുടെ സഭാ ചരിത്രത്തിൽ പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു ട്രിബ്യൂട്ട്, ഒരാദരവായിരുന്നു അദ്ദേഹത്തിൻ്റെ ശതാബ്ദിയിൽ 101 കുർബാന, 101 ത്രോണോസുകൾ ഒരുക്കി, 101 വൈദികർ, 101 ശുശ്രൂഷകർ അന്ന് ആ ബലി അർപ്പിക്കുവാൻ സാധിച്ചു. ഒരു പക്ഷേങ്കിൽ അങ്ങനൊരു ബലി ഇതിനു മുമ്പും അതിനുശേഷവും ഒരു സഭയിലും നടന്നിട്ടുണ്ടാകും. സമൂഹ ബലി സാധാരണ നടക്കാറുണ്ട്. അത് സഭാചരിത്രത്തിൽ അല്ലെ തങ്കലിപികളാൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അന്ന് ഒരു 50,000 ആളുകളെ പ്രതീക്ഷിച്ചു. പക്ഷേ 5 ലക്ഷം പേർക്ക് അവിടെ എത്തിപ്പെടാൻ സാധിച്ചുള്ളൂ. ബാക്കി ആളുകളൊക്കെ മൂവാറ്റുപുഴയിലും അതുപോലെ തന്നെ തിരുവാങ്കുളത്തും ഒക്കെയായി കുടുങ്ങിപ്പോയി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. സംഘടന മികവ് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഞാൻ 94 ജനുവരി മാസമാണ് മെത്രാപ്പൊലീത്തയായി സഭയിലേക്ക് വരുന്നത്. പിറ്റേ വർഷം സെൻറ്റ് പീറ്റേഴ്സ്, എറണാകുളം സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയിൽ വെച്ച് കൂടിയ ഒരു യോഗത്തിൽ, അന്ന് അധികം തിരുമേനിമാരൊന്നുമില്ല, മറുവിഭാഗത്തേക്ക് പോയ തിരുമേനിമാരുണ്ട്. അതുകൂടാതെ പിന്നെ നമ്മുടെ കൂടെ ഉള്ളത് ഫീലിക്സിനോസ് തിരുമേനിയും തിമോത്തിയോസ് തിരുമേനിയും, പിന്നെ അന്നത്തെ സീനിയർ ബിഷപ്സായ നമ്മുടെ പെരുമ്പള്ളി തിരുമേനിയും ദേവനാസ്യോസ് തിരുമേനിയും, നമ്മുടെ കാതോലിക്ക ബാവായിരുന്നാണ് ശ്രേഷ്ഠ പുണ്യശ്ലോകനായ പൗലോസ് രാമൻ ബാവ. അന്നു മുതൽക്ക് അന്നൊരു തീരുമാനമെടുത്തു, എറണാകുളത്തൊരു പാത്രിയർക്കാതിന് നടന്നു. ആരും അത് ഏറ്റെടുക്കാനുണ്ടായിരുന്നില്ല. പലരുടെയും പേര് പറഞ്ഞു. പക്ഷെ അവസാനം അത് എന്നിൽ വന്ന് പതിച്ചു. 95 അന്ന് നടത്തിയ പാത്രിയർക്കാതിനും എല്ലാം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു. അന്ന് ചർച്ചിനൊരു വലിയ പ്രതിസന്ധി എന്നുള്ള കാലഘട്ടമൊന്നും ആയിരുന്നില്ല. എന്നിരുന്നാലും വളരെ 95 വിധിയൊക്കെ വരുന്നതിന് മുമ്പാണ് ആ പാത്രിയർക്കാതിനം ഫെബ്രുവരി മാസം നടത്തപ്പെട്ടത്. അന്ന് ചിച്ചിക് തിരുമേനിയാണ്, പുണ്യശ്ലോകന ചിച്ചിക് തിരുമേനിയാണ് ജർമ്മനിയിലെ യൂറോപ്പിലെ ബിഷപ്പായിരുന്ന അന്നത്തെ ഗസ്റ്റായിട്ട് പാട്രിയാർക്കൽ പ്രതിനിധിയായിട്ട്. അന്ന് മുതൽക്ക് ഇങ്ങോട്ട് സഭയുടെ പൊതുവായ എല്ലാ യോഗങ്ങളും സംഘടിപ്പിക്കുവാനും അതിന് നേതൃത്വം കൊടുക്കുവാനും സഭ എന്നെയാണ് നിയോഗിച്ചിട്ടുള്ളത്. അത് ഒരു നിയോഗമായി ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത് ദൈവാനുഗ്രഹത്താലും എല്ലാവരുടെയും സഹകരണം കൊണ്ട് ഓരോ ഉത്തരവാദിത്തങ്ങൾ ചുമതലപ്പെടുത്തുന്നവർ ആ ഉത്തരവാദിത്തങ്ങൾ അവരുടെ ഭാഗം നിറവേറ്റപ്പെടുമ്പോഴാണ് ഇങ്ങനെയുള്ള അതിൻ്റെ പൊലിമ ഉണ്ടാകും. നിശ്ചയമായിട്ടും അതും ഇപ്പോഴത്തെ സഭാന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെടുത്തുന്നതിൽ ഞാൻ അധികം അതിൽ ഒരു പ്രാധാന്യം കാണുന്നില്ല. അന്നത്തെ ഒരു സാഹചര്യമോ ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള യോഗങ്ങൾ സംഘടിപ്പിച്ചതുമായ ഒരു സമാനത ഇപ്പോഴത്തെ ഈ ക്രൈസിസിനില്ല എന്നുള്ളതൊരു സത്യം. കാരണം നമ്മൾ ഒരു വലിയ നിയമപരാജയത്തിൽ നിൽക്കുകയാണ്. ഞാനത് നിയമപരാജയം എന്ന് പറയാൻ കാരണം, നിയമത്തിൻ്റെ മുന്നിൽ നമ്മൾ
പരാജയപ്പെട്ടു എന്ന് തൽക്കാലം നമ്മൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. നീതി നിഷേധിക്കപ്പെട്ടു. നീതി നിഷേധിക്കപ്പെട്ടു. ആ നീതി നിഷേധിക്കപ്പെട്ടു, സത്യം തമസ്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ബോധ്യം നന്നായിട്ടുള്ളത് കൊണ്ട് എന്നെങ്കിലും ഒരു കാലത്ത് ഇതൊക്കെ നേരായ വഴിയിലൂടെ വരും എന്നുള്ള പ്രതീക്ഷ ഞാൻ ഇപ്പോഴും കൈവിട്ടിട്ടില്ല. എന്നിരുന്നാലും ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി വളരെ വലുത് തന്നെയാണ്. അങ്ങനെയുള്ള പ്രതിസന്ധിയിൽ സഭയ്ക്ക് ഒറ്റക്കെട്ടായി നിന്ന് വിശ്വാസത്തിൽ യാതൊരു വിധത്തിലുള്ളതായ വിട്ടുവീഴ്ചയും ചെയ്യാൻ ഇടവക ജനങ്ങൾ തയ്യാറല്ലാത്തിടത്തോളം കാലം ഈ സഭയും അതിൻ്റെ സംവിധാനങ്ങളും തിരുമേനിമാരും ഒക്കെ ജനങ്ങളോടൊപ്പം നിന്നാൽ, ഒരു പള്ളി നഷ്ടപ്പെട്ടാൽ അതുപോലത്തെ പല പള്ളിയും പണിയാനുള്ളതായ ശേഷി ഈ വിശ്വാസ സമൂഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഈ പ്രയാസഘട്ടങ്ങളിലും അതവർ തെളിയിച്ചിട്ടുള്ളതാണ്. അതിനെ നിർവീര്യമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ സഹോദരങ്ങളായ മറുവിഭാഗം മരണപ്പെടുന്നവരെ പോലും അടക്കുന്നതിന് തടസ്സം നിന്നത്. അത് വരുമ്പോൾ എങ്കിലും ഈ ആളുകളെ കൂടെ കിട്ടും എന്നുള്ള വലിയ ഒരു 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 ചിന്ത, ഒരു ദുഷ്ടചിന്ത, ഒരു സ്ട്രാറ്റജി അവരുടെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ അതിലും അവർക്ക് വിജയം കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. തിരുമേനി, നമ്മുടെ ഈ കേസ് അല്ലെങ്കിൽ കേസിൻ്റെ അനന്തരഫലമായി വളരെയധികം പള്ളികൾ നമുക്ക് നഷ്ടപ്പെട്ടാൽ ആ സ്ഥിതി വിശേഷത്തെ എങ്ങനെ കാണും? നമ്മൾക്ക് ഇതിനോടകം കഴിഞ്ഞ 2-3 വർഷത്തെ ഒരു കണക്കെടുത്താൽ, ഒരു 2017 ജൂലൈ 7 വിധിക്ക് ശേഷമുള്ള കണക്കെടുത്താൽ 56-57 പള്ളികൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ നഷ്ടപ്പെട്ട ഇടങ്ങളിലെല്ലാം നമുക്ക് പുതിയ ദേവാലയങ്ങൾ ഉയർന്നിട്ടുണ്ട്. ചിലതെല്ലാം പ്രോപ്പർ സ്ട്രക്ചറാണ്, ചിലതെല്ലാം ടെമ്പററിയാണ്. അതെല്ലാം ഒന്നുകൂടി മെച്ചപ്പെട്ട നിലയിൽ പടുതുയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആളുകളുടെ ആ വീര്യം, വിശ്വാസത്തിലുള്ളതായ തീഷ്ണത, അവരുടെ ഐക്യം, സഭയോടുള്ള സ്നേഹം, ആ കടപ്പാട്, അത് ഒട്ടും തന്നെ കുറഞ്ഞു പോയിട്ടില്ല. അതൊരു മാതൃകയാണ് നമുക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും പള്ളികൾ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഇടവക ജനങ്ങൾ പുറത്താക്കപ്പെടുമ്പോൾ അവർ കൂടാരമടിച്ച് ആരാധിക്കുന്ന ഒരു നല്ല മാതൃക നമുക്ക് മുന്നിലുണ്ട്. അതിൽ നമ്മൾക്ക് ഒത്തിരി അഭിമാനിക്കാം. ഇങ്ങനെ ഒരു സഭ എന്നുള്ളതിൽ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സഭ എന്നുള്ളതിൽ നമുക്ക് നിശ്ചയമായിട്ട് അഭിമാനിക്കാം. അതുകൊണ്ട് തന്നെ അവിടെയൊന്നും നമുക്ക് വലിയ പരാജയം ഞാൻ കാണുന്നില്ല. പരാജയം എന്ന് പറയുന്നത് ഈ പറയുന്ന സ്ട്രക്ചറലായിട്ടുള്ള അല്ലെങ്കിൽ ദേവാലയങ്ങൾ, അതിനൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വളരെ വലുതാണ്. ആ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉള്ളപ്പോൾ തന്നെ വിശ്വാസപരമായ കാര്യങ്ങളിലുള്ള തീഷ്ണത, അതിനെ കുറച്ച് കാണാൻ ആളുകൾ തയ്യാറല്ല. അവിടെയാണ് വിശ്വാസികളാണ് ഒരു തീരുമാനമെടുക്കുന്നത്. അവിടെ നേതൃത്വം കൊടുക്കുവാൻ തിരുമേനിമാർ മുന്നിൽ നിന്നാൽ, വൈദികർ കൂടെ നിന്നാൽ നിശ്ചയമായിട്ടും നമുക്ക് മർത്തോമാ സഭയൊക്കെ ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്നു വന്ന സഭയാണ്. ആ നിലയിൽ പോലും ചിന്തിച്ചു തുടങ്ങി നമ്മുടെ വിശ്വാസ സമൂഹം. അത് തന്നെയാണ് ഒരു പക്ഷേങ്കിൽ നമുക്ക് ഈ നീതി നിഷേധത്തിന് ഒരു അറുതി വരുന്നില്ല എങ്കിൽ, തമസ്കരിക്കപ്പെട്ട സത്യം അത് സത്യമായി പുറത്ത് വരുന്നില്ല എങ്കിൽ ഒരു പക്ഷേങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരും. വിശ്വാസം ബലിയടിക്കാനായിട്ട് ഒരു ഇടവക്കാരും പോലും ചിന്തിക്കുന്നേ ഇല്ല. ആരും തന്നെ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഈ മെത്രാങ്കക്ഷികൾക്ക് വിധി മൂലം ലഭിക്കുന്ന പള്ളികളിൽ നമ്മുടെ സഭയിലെ വൈദികരെ തന്നെ നിലനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാവട്ടെ അവർ പുറത്തെടുത്തുകൊണ്ട് അവരെ തന്നെ നിർത്താനായിട്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സഭയിലെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം ഈ വൈദികർ അങ്ങനെ നിലനിന്നാൽ അതിനെ നമ്മുടെ സഭ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിരോധിക്കാൻ വേണ്ട എന്തെങ്കിലും നടപടികൾ ഉണ്ടാവുമോ? ഇപ്പോഴത്തെ നമ്മുടെ ദേവാലയങ്ങളിൽ ആരാധിക്കുന്നത്, നേതൃത്വം കൊടുക്കുന്നത്, ആ ദേവാലയങ്ങൾക്കെല്ലാം ഒരു ഡയസിസ് ഉണ്ട്. ഡയസിസ് മെത്രാപ്പോലിത്ത. ആ മെത്രാപ്പോലിത്ത പരിശുദ്ധ പത്രീർക്കീസ് ബാവായുടെ ആത്മീയ മേലധ്യക്ഷന് കീഴിലുള്ള കത്തോലിക്ക ബാവായുടെ നിയന്ത്രണത്തിലുള്ള മെത്രാപ്പോലിത്തന്മാരും മെത്രാപ്പോലിത്ത നിയന്ത്രണത്തിൽ വൈദികരുമാണ്. ഇപ്പോൾ അവിടെ ഒരു സ്റ്റാറ്റസ് കോ ഉണ്ട്. ആ സ്റ്റാറ്റസ് കോയ്ക്ക് വിരുദ്ധമായ ഏതെങ്കിലും ഒരു മെത്രാപ്പോലിത്ത, ഏതെങ്കിലും ഒരു ഭദ്രാസനത്തിൽ ഏതെങ്കിലും ഒരു വൈദികനൊരു കത്ത് കൊടുത്താൽ, ഒരു ലെറ്റർ കൊടുത്താൽ, അദ്ദേഹത്തെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് കൊടുത്താൽ, അതിന് ഒരു വിലയും ആ വൈദികൻ കൊടുക്കേണ്ട ആവശ്യമില്ല. വൈദികൻ കൊടുക്കാൻ ഒക്കത്തില്ല. ആ വൈദികനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന മെത്രാപ്പോലിത്തൻ. മറിച്ച് മറുവിഭാഗത്തിലെ മെത്രാപ്പോലിത്തായോ കാതോലിക്കായോ അദ്ദേഹത്തിനൊരു
അപ്പോയിൻമെൻറ്റ് ആ പള്ളിയിൽ കൊടുത്താൽ അത് സ്വീകരിക്കേണ്ട ആവശ്യം ആ വൈദികനില്ല. അതേസമയം അവിടെ നമ്മളുടെ വൈദികൻ കയറാൻ സാധിക്കാതെ വരികയോ നമ്മളുടെ വൈദികനെ കയറുന്നതിൽ ആരാധിക്കുന്നതിൽ പോലീസ് അല്ലെങ്കിൽ നിയമം തടസ്സപ്പെടുത്തുകയോ ചെയ്യുകയും അവരുടെ വൈദികൻ അവിടെ കുർബാനയ്ക്ക് വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അവിടെ നമ്മളുടെ ജനങ്ങൾ അവിടെ നിലപാടെടുക്കും. അതാണ് നമ്മൾ കണ്ടുവരുന്നത്. നമ്മുടെ വൈദികരപ്പം നമ്മുടെ ഒപ്പം തന്നെ നിൽക്കും എന്നുള്ളൊരു, അങ്ങനെ തന്നെയാണ് നമ്മുടെ വിശ്വാസികളും ഈ സഭയും അങ്ങനെ തന്നെയാണ് കാണുന്നത്, വിശ്വസിക്കുന്നത്. കാരണം അതുകൊണ്ട് മാത്രമുള്ള ഓഫേഴ്സ് അപ്പുറം കിട്ടാം. അതുകൊണ്ട് ഓഫേഴ്സ് ഒക്കെ ധാരാളം ഉണ്ടാകും. അങ്ങനെ ഓഫേഴ്സിലൊക്കെ വീണ് പോകാൻ ഈ വൈദികർക്ക് എത്രയോ മുമ്പേ മറുവിഭാഗത്തേക്ക് പോകാമായിരുന്നു. അതുപോലെയുള്ള ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും അതുപോലെയുള്ള പീഡനങ്ങളും അതുപോലെയുള്ള ഇല്ലായ്മകളിലൂടെ ഒക്കെ വന്ന ഒരു സഭയാണിത്. ഈ വൈദികരുമൊക്കെ അതൊക്കെ ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ ഏറ്റവും കൂടുതൽ അതേക്കുറിച്ച് കൺഫ്രണ്ട് ചെയ്യുന്ന ബഹുമാനപ്പെട്ട വൈദികരാണ്. പക്ഷേങ്കിൽ അവരെ ബലപ്പെടുത്തുന്ന യഥാർത്ഥത്തിൽ വിശ്വാസ സമൂഹമാണ്. അവിടെയും ഈ വിശ്വാസ സമൂഹത്തോടാണ് നമുക്ക് കൂടുതൽ ആദരവും സ്നേഹവും കടപ്പാടും തോന്നുന്നത്. അവരുടെ ഒരു സപ്പോർട്ട് തന്നെ അവരെ നിലനിർത്താനായിട്ടല്ല ഒരു പ്രചോദനം. നമ്മുടെ സഭയെ യഥാർത്ഥത്തിൽ നിലനിർത്തിയിട്ടുള്ളതും നമ്മുടെ സഭ നിലനിന്നതും യഥാർത്ഥത്തിൽ നമുക്കൊരു ഘട്ടമുണ്ടായിരുന്നു. ഒരു മെത്രാപ്പോലിത്ത ഇല്ലാത്ത ഘട്ടങ്ങൾ പോലും നമുക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ വിശ്വാസികളുടെ കൂട്ടമാണ്, അവരുടെ ഒത്തുചേരലാണ്, അവരുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെയും വിശ്വാസ തീഷ്ണതയുടെയും ഒരു സാക്ഷ്യമാണ് യഥാർത്ഥത്തിൽ ഈ സഭ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡെമോക്രാറ്റിക് വേയിൽ കാര്യങ്ങൾ പോകണം. വിശ്വാസികളുടെ ഇംഗിതത്തിനനുസരിച്ച് കാര്യങ്ങൾ ക്രോഡീകരിക്കണം, അവരെ മാനിക്കണം, അവർ പറയുന്നത് കേൾക്കണം, അവരുടെ ഇഷ്ടം നമ്മൾ ഒരിക്കലും തമസ്കരിക്കാതെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് കൊണ്ടുപോകാറും ആ വിശ്വാസത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുമേനി ഒരു വർഷം മുമ്പ് മെത്രാൻ കക്ഷിയിലെ മെലത്തിയോസ് തിരുമേനി അല്ല മെലത്തിയോസ് മെത്രാൻ ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി. അതായത് പരിശുദ്ധ പാത്രിക്കീസ് ബാവ സമാധാനത്തിന് ശ്രമിച്ച ഒരു സമയത്ത് മെത്രാൻ കക്ഷിയിലെ തന്നെ മെലത്തിയോസ് മെത്രാനെയും അത്താനാസിയോസ് മെത്രാനെയും സേവറിയോസ് മെത്രാനെയും തിരുമേനി നിർബന്ധിച്ചാണ് പരിശുദ്ധ പാത്രിക്കീസ് ബാവയുടെ അടുത്തേക്ക് കൊണ്ടുപോയെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അതിനോട് തിരുമേനിക്ക് എന്താണ് പറയാനായിട്ടുള്ളത്? അല്ല അതിനകത്ത് ഒരു നിജസ്ഥിതി എന്താണ്? എനിക്ക് മെലീതോസ് തിരുമേനി പറയുന്നതിനോടൊക്കെ മറുപടി പറയാന്നുള്ളത് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. കാരണം അദ്ദേഹത്തെ എനിക്ക് നന്നായിട്ടറിയാം, അദ്ദേഹത്തെ സഭയ്ക്ക് നന്നായിട്ടറിയാം. അദ്ദേഹം ആരായിരുന്നു എന്നുള്ളതും അദ്ദേഹം എന്തായിരുന്നു എന്നുള്ളതും അദ്ദേഹം എവിടെയായിരുന്നു എന്നുള്ളതും അദ്ദേഹം ഇങ്ങനെയൊക്കെ ആയത് ആരിലൂടെയാണെന്നുള്ളതൊന്നും അദ്ദേഹം മറന്നു കാണാനിടയൊന്നുമില്ല. തിരുമേനി ശരിക്കും ആടിനെ പട്ടിയാക്കുന്ന കാര്യത്തിൽ വിദഗ്ധനാണ്. അത് ഈ സഭയിലെ എല്ലാവർക്കും അറിയാം. ഞാനിങ്ങനെ പറയേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ തിരുമേനി പരസ്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അല്പവും കൂടി ശ്രദ്ധിക്കണം. ഞാനങ്ങനെ ഇവരെക്കുറിച്ചൊന്നും ഇതുവരെ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. 3 പ്രാവശ്യമാണ് പാത്രിക്കീസ് ബാവായും അവരും ആയിട്ടുള്ള ഒരു ചർച്ചയ്ക്കുള്ള വേദി ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഏത് സന്ദർഭത്തിലെ കാര്യം പറയുന്നതെന്ന് എനിക്ക് കോമണായിട്ട് പറയുന്നതേ ഉള്ളൂ. ആദ്യം ഒരു പ്രാവശ്യം 2 കൂട്ടരും അവിടെ വിളിപ്പിച്ചിട്ട് പോയിരുന്നു. അന്ന് അവർ പൂർണ്ണമായിട്ടും പോയിട്ടില്ല. അതായത് 2002 അസോസിയേഷന് മുമ്പാണ്. പൂർണ്ണമായിട്ടും പോയിട്ടില്ല. പക്ഷേ മനസ്സുകൊണ്ടും പ്രവർത്തനം കൊണ്ടും മറുവിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്രൂഷ്യൽ ടൈമായിരുന്നു. അന്നവരെല്ലാവരും ഉണ്ടായിരുന്നു. നമ്മളുടെ ഭാഗത്തു നിന്ന് നമ്മുടെ കാതോലിക്ക ബാവ തോമസ്, അന്ന് ഡിവിനാസ്യൂസ് തിരുമേനി അടക്കം, പെരുമ്പഴ തിരുമേനി അടക്കം, പാത്തിക്കൽ അച്ഛനടക്കം, കുർലാൻ ചേട്ടൻ, ഞാൻ ഫീലക്സിനോസ് തിരുമേനി, കാലഞ്ചേരി ഫീലിക്സും, പോളിക്കാർപ്പസ് തിരുമേനി, ബെന്യാമിൻ തിരുമേനിയൊക്കെ ഞങ്ങളെല്ലാവരും ഒന്നും ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ സെയ്ദിനായ പാത്രിക്കീസ് ബാവയുടെ അവിടെ താമസിക്കുന്നു. ഭയങ്കര മഞ്ഞുള്ള ഒരു കാലം, ഒത്തിരി മഞ്ഞ് പെയ്ത് കിടക്കുകയായിരുന്നു. അവിടെ ഡെമാസ്കസിൽ തന്നെ വേറൊരു സ്ഥലത്താണ് ഈ തിരുമേനിമാർ താമസിച്ചിരുന്നത്. അന്നൊരു കൂടിക്കാഴ്ച അവിടെ വെച്ച് പ്ലാൻ ചെയ്താണ് ഇവിടുന്ന് പോയതെങ്കിലും ആ കൂടിക്കാഴ്ചയ്ക്ക് പരിശുദ്ധ പാത്രിക്കീസ് ബാവയ്ക്ക് സമ്മതമുണ്ടായിരുന്നുവെങ്കിലും നിർഭാഗ്യവശാൽ ആ കൂടിക്കാഴ്ച അവിടെ വെച്ച് നടക്കപ്പെട്ടില്ല. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
അത് നടന്നില്ല. പിന്നീട് ഒരു സന്ദർഭം ഉണ്ടായി, വീണ്ടും ഇതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് വീണ്ടും ഒന്ന് വിളിച്ചിരുന്നു. അത് വിളിച്ചത് പാത്രിക്കേറ്റിൽ നിന്ന് വിളിച്ചതാണ്. പേട്രിയാർക്കേറ്റിൽ നിന്ന് വിളിച്ചപ്പോൾ ഇവർ ഡിറ്റാച്ച് നിൽക്കുന്നത് കൊണ്ട് അവരുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാകാം സ്വാഭാവികമായിട്ട്. അന്നും അന്ന് അവരുടെ ഗ്രൂപ്പിൽ ഈ പറയുന്ന 3 തിരുമേനിമാരുണ്ട്. ഞാനും ഫീലിക്സ് തിരുമേനിയും ആണ് പോകേണ്ടത്. ദിവനാസിസ് തിരുമേനി, പെരുമ്പള്ളി തിരുമേനിയും അന്ന് കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പോകാനൊക്കെ തയ്യാറായതാണ്, ടിക്കറ്റ് എടുത്തതാണ്. തലേ ദിവസം രാത്രിയാണ്, അന്നൊരു ബന്ദ് ഉള്ള ദിവസമായിരുന്നു. അപ്പം തലേ ദിവസം രാത്രി എനിക്ക് പത്രികീസ് ബാവയുടെ ഓഫീസിൽ നിന്നും ബാവ തന്നെ എന്നെ നേരിട്ട് വിളിച്ചു. ബാവ എന്നെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഈ മീറ്റിംഗ് നടക്കണ്ട, തിരുമേനി വരണ്ട എന്ന് കൽപ്പിച്ചു. യഥാർത്ഥത്തിൽ ആ മീറ്റിങ്ങിൽ പോകണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. ഫീലിക്സ് നസ്ലിമിനിക്കും താല്പര്യമുണ്ടായിരുന്നു, വിഷയം തീരുന്നതിന് വേണ്ടിയിട്ടാണ്. അവർ ഈ സഭ വിട്ടു പോകാതിരിക്കാൻ, ഈ സഭയിൽ തന്നെ നിലകൊള്ളാൻ ഒരു പക്ഷേങ്കിൽ അത് സഹായിക്കുമായിരുന്നേക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അന്ന് ആ മീറ്റിംഗ് നടന്നില്ല. ആ മീറ്റിങ്ങിൽ പോകണ്ട എന്ന് എന്നെ വിളിച്ചു പറഞ്ഞു. ഇതറിയാവുന്ന, ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്ന ഒരാൾ കാലം ചെയ്ത ഫീലിക്സ് നസ്ലിമിനിയാണ്. പിന്നെ അന്നത്തെ എൻ്റെ ഭദ്രാസന സെക്രട്ടറി അമ്മഞ്ചേരി അച്ഛൻ അറിയാം. എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്കറിയാം. മാത്രവുമല്ല, അന്ന് പാത്രികീസ് ബാവ സംസാരിച്ചതിന് ശേഷം ഫോൺ കൈമാറിയത് ആലപ്പുഴയിലെ ഗ്രിഗോറിയസ് തിരുമേനിക്ക്. അപ്പോൾ ഗ്രിഗോറിയസ് തിരുമേനി ഞാൻ ചോദിച്ചു, എന്താ കാര്യം, അവരൊക്കെ പോരുവാണല്ലോ, അവർ പോന്നു കഴിഞ്ഞല്ലോ, ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദിച്ചപ്പം ഇപ്പം വരണ്ട തിരുമേനി, പാത്രികീസ് ബാവ വരണ്ട എന്നാ പറഞ്ഞു, വന്നാലും കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന രീതിയിൽ പറഞ്ഞപ്പം നമ്മൾ പോകുന്നതൊന്നും പിന്മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം എന്നും പാത്രികീസ് ബാവ പറയുന്നത് അനുസരിക്കുന്ന ഒരാളാണ് നമ്മൾ. അതിനൊരു ഉദാഹരണം പറയാം. ഈ തിരുമേനി മറന്നുപോയ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം. പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോൾ എനിക്കും ചില കാര്യങ്ങൾ ഓർമ്മ വരുമല്ലോ സ്വാഭാവികമായിട്ട്. മിലിത്തസ് തിരുമേനി ഓർക്കുന്നുണ്ടാകും, ജർമ്മനിയിൽ വെച്ച് തിരുമേനിയും അത്താനാസിസ് തിരുമേനിയും ഞാനും, അന്ന് നമ്മുടെ തോമസ് ദിവനാസിസ് തിരുമേനി നമ്മുടെ കൂടെ ഉണ്ട്, അന്ന് അതായച്ചൻ അവിടെ ഉണ്ട്. നിങ്ങൾ എല്ലാ അർത്ഥത്തിലും അങ്ങോട്ട് പോയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നൊരു സമയമായിരുന്നു അത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട വൈദികൻ, ഇപ്പോൾ ജൂലിയസ് തിരുമേനി, നമ്മുടെ കുന്നംകുളത്ത് ജൂലിയസ് തിരുമേനി അന്ന് അവിടെ ഉണ്ട്. അദ്ദേഹം അന്ന് വൈദികനാണ്. ഫോക്ലാരയുടെ എന്തോ ഒരു മീറ്റിങ്ങിനാണ് നമ്മളോട് ഒരുമിച്ച് കൂടിയത്. അന്ന് അവിടെ വെച്ച് കുറേ ചർച്ചകൾ നടന്നു. തിരുമേനി ഓർക്കുന്നുണ്ട്. അന്ന് അത്താനാസിസ് തിരുമേനി അവരുടെ നിലപാട് മാറ്റി യാക്കോബായ സഭയുടെ ഒപ്പം നിൽക്കാമെന്ന് മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്ക് ഒടുവിൽ സമ്മതിച്ചതായിട്ട് അത്താനാസിസ് തിരുമേനിക്കും മറവിയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ജർമ്മനിയിൽ വെച്ച് മണിക്കൂറുകൾ സംസാരിച്ചു. അപ്പോൾ അത്താനാസിസ് തിരുമേനി തന്നെ ഇതെങ്ങനെ നമ്മൾ മിലീത്തോസ് തിരുമേനിയെ ബോധ്യപ്പെടുത്തും. മിലീത്തോസ് തിരുമേനിയായിട്ടും തേപ്പലസ് തിരുമേനിയും ഞാൻ, അതായി അച്ഛൻ, എല്ലാവരും ദീർഘനേരം സംസാരിച്ചു. അത്താനാസിസ് തിരുമേനിയായിട്ട് ഒരുമിച്ച്. എൻ്റെ കാതിൽ ഇപ്പോഴും മുഴങ്ങുന്ന ഒരു വാക്കുണ്ട് മിലീത്തോസ് തിരുമേനി പറഞ്ഞത്. ഞാൻ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടെടുക്കില്ല എന്നൊരു വാക്കങ്ങ് പറഞ്ഞു. അത് എൻ്റെ കാതിൽ ഇപ്പോഴുമുണ്ട്. ഞങ്ങൾക്കെല്ലാം അത് നൊമ്പരമായി എന്ന്. അന്ന് അത്താനാസിസ് തിരുമേനി വളരെ വേദനിച്ചു എന്നുള്ളതും ഒത്തിരി പ്രയാസപ്പെട്ടതിന് ശേഷം ഞങ്ങളോട് സംസാരിച്ചതുമൊക്കെ ഒരു യാഥാർത്ഥ്യവും സത്യവുമാണ്. അതൊന്നും തിരുമേനിക്ക് നിഷേധിക്കാനൊക്കില്ല. ഇവിടെ തിരുമേനി ഒരു കാര്യമോട് മനസ്സിലാക്കണം. 34-ലെ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചതിനെക്കുറിച്ചൊക്കെ എല്ലാവരും ചർച്ച ചെയ്യുന്നു. ഏത് സാഹചര്യത്തിലാണ് 34-ലെ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചത്? സുപ്രീം കോടതിയിൽ സീനിയർ ലോയേഴ്സ് പറഞ്ഞു 95-ലെ വിധി അനുസരിച്ച്, എന്ന് വെച്ചാൽ 95-ലെ വിധി അനുസരിച്ച് അന്ത്യോക്യ പാത്രിക്ക് സഭയുടെ പരമാധ്യക്ഷനാണ്. 95-ലെ വിധി അനുസരിച്ച് അന്ത്യോക്യ പാത്രിക്കീസ് കാതോലിക്കയുടെ മേൽസ്ഥാനിയാണ്. 95-ലെ വിധി അനുസരിച്ച് തോമായുടെ സിംഹാസനം ആലങ്കാരികമാണ്, മാർത്തോമാ ശ്ലീഹയുടെ സിംഹാസനം ആലങ്കാരികമാണ്. 95-ലെ വിധി അനുസരിച്ച് സഭ യൂണിവേഴ്സലാണ്, എന്ന് വെച്ചാൽ ഓട്ടോസിഫാലസ് അല്ല.
95 വിധി അനുസരിച്ച് ഇടവക പള്ളികൾ സ്വതന്ത്രമാണ്. 95 വിധി അനുസരിച്ച് ഇടവക പൊതുയോഗത്തിലാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇത് പറഞ്ഞത് ഞാനല്ല, ഇത് മെജോറിറ്റി ജഡ്ജ്മെൻറ്റ് പറഞ്ഞതാണ്. ഈ മെജോറിറ്റി ജഡ്ജ്മെൻറ്റ് മണർകാട് പള്ളിയിൽ വെച്ച് പ്രസംഗിച്ച തിരുമേനി അതൊക്കെ മറന്നു പോവാണ്ട് സൂക്ഷിക്കണം. തിരുമേനിയാണ് പ്രസംഗിച്ച് നടന്നത്. എന്നിട്ട് എന്തുണ്ടായി? 34 കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ മാത്രമല്ല, കാലം ചെയ്ത പൗലൂസ് രണ്ടാമൻ ബാവ അംഗീകരിച്ചിട്ടുണ്ട്, ക്ലിമീസ് തിരുമേനി അംഗീകരിച്ചിട്ടുണ്ട്, ആലുവാല് കാലം ചെയ്ത ഗ്രിഗോറിയസ് തിരുമേനി അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇങ്ങോട്ട് നോക്കിക്കോളൂ. പെരുമ്പള്ളി തിരുമേനി അംഗീകരിച്ചിട്ടുണ്ട്, ദിവനാസിസ് തിരുമേനി അംഗീകരിച്ചിട്ടുണ്ട്, തിമോത്തിയോസ് തിരുമേനി അംഗീകരിച്ചിട്ടുണ്ട്, ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ അംഗീകരിച്ചത് കോടതിയിൽ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ 34 പറഞ്ഞ് കോലാഹലം ഉണ്ടാക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. അത് നിങ്ങൾ ഒത്തിരി ആവർത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. 34 അംഗീകരിച്ച് നിങ്ങൾ മലങ്കര അസോസിയേഷനിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് കത്തയച്ചല്ലോ. കാലം ചെയ്ത മാത്യൂസ് രണ്ടാമൻ ബാവ തിരുമേനി എനിക്കൊരു കത്ത് തന്നു. ആ കത്തിൽ എന്തായിരുന്നു? എനിക്ക് മാത്രമല്ല, സഭയിലെ മുഴുവൻ തിരുമേനിമാർക്കും കത്തയച്ചു. ആ കത്തിൽ എങ്ങനെയാണ് പറയുന്നത്? 1934 കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നമ്മെ, അതായത് മർത്തോമ മാത്യൂസ് രണ്ടാമൻ കാതോലിക്ക ബാവായായും മലങ്കര മെത്രാപ്പൊലീത്തയായും അംഗീകരിച്ച് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞൊരു കത്തെനിക്ക് വന്നു. തിരുമേനിമാർക്ക് എല്ലാവർക്കും വന്നു. ഈ കത്ത് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളൊരു യാത്ര പോയത്. തിരുമേനിമാർ ഓർക്കുന്നുണ്ടാവും. അത്താനാസിസ് തിരുമേനി, മെലീത്തോസ് തിരുമേനി. ആദരവോടുകൂടി തന്നെയാണ് പറയണത്, സഹോദര സ്നേഹത്തോടെ. മണ്ണുത്തിയിൽ നിന്നും പുതിയതായി കുദാശ ചെയ്യപ്പെടുന്ന പള്ളിയിലേക്ക് തിരുമേനിയുടെ അംബാസഡർക്കാരൻ്റെ പുറകിൽ ഞാൻ നടുക്ക്, നിങ്ങൾ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നു, യാത്ര ചെയ്യുന്നു. ആ യാത്രയിൽ എന്നെ നിർബന്ധിച്ചു അത് ഒപ്പിട്ട് കൊടുക്കണം. അന്ന് മെലീത്തോസ് തിരുമേനിയും അത്താനാസിയസ് തിരുമേനിയും സേവേറിയസ് തിരുമേനിയും നിക്കോളവാസ് തിരുമേനിയും ആ കത്ത് ഒപ്പിട്ട് കൊടുത്തു. എന്നെ ഒപ്പിട്ട് കൊടുക്കാൻ ഒത്തിരി നിർബന്ധിച്ചു. ഞാൻ ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. അന്ത്യോക്യ പാത്രിക്കീസിനെ സഭയുടെ പരമാധ്യക്ഷനായിട്ട് സ്വീകരിക്കാത്ത, അന്ത്യോക്യ പാത്രിക്കീസിൻ്റെ അന്ത്യോക്യ യൂണിവേഴ്സൽ ചർച്ചിൻ്റെ ഭാഗമാണ് മലങ്കര സഭ എന്നുള്ളത് അംഗീകരിക്കാത്ത, അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് വരണമെന്നും അങ്ങനെ സംവിധാനത്തിലേക്ക് ആ സ്വീകരണമില്ലാതെ വരുന്ന പ്രശ്നമില്ല. അതിൽ എന്നെ കിട്ടത്തില്ല. കാരണം ഞാൻ പരിശുദ്ധ സിംഹാസനത്തിൽ എഴുതി കൊടുത്തിരിക്കുന്ന മധുബഹായുടെ മുമ്പിൽ ഞാൻ എടുത്തിരിക്കുന്നതായ സത്യവിശ്വാസത്തിന് പ്രമാണങ്ങളുടെ ഏറ്റുപറച്ചിൽ, അതിനൊന്നും വിപരീതമായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. അതിൻ്റെ അർത്ഥം സമാധാനത്തിന് എതിരാണെന്നല്ല. ഞാൻ എപ്പോഴും സമാധാനത്തിന് നിലകൊണ്ട ആളാണെന്നുള്ളത് അത്യാവശ്യം യാക്കോബായ വളർത്തുന്നത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അന്ത്യോക്യ പാത്രിക്കീസിനെ അംഗീകരിച്ചിട്ടാണോ 2002 അസോസിയേഷൻ നടത്തിയത്? അന്ത്യോക്യ പാത്രിക്കീസിനെ തള്ളിക്കൊണ്ടുള്ള ഒരു അസോസിയേഷൻ തിരുമേനിമാർ പങ്കെടുക്കുമ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ ധാർമ്മികത? നിങ്ങൾ ഏറ്റുപറഞ്ഞതായ വിശ്വാസ സത്യങ്ങളോട് നിങ്ങളുടെ പ്രതിബദ്ധത എന്തായിരുന്നു? ഇതൊന്നും മറന്നുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് സംസാരിക്കരുത് അഭിമന്യ പിതാക്കൾ. നിങ്ങളെ തിരുത്താനോ അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും ഇതിന് മറുപടി പറയാനോ ഒന്നും എന്നെ എപ്പോഴും കിട്ടിയെന്ന് വരികയില്ല. പക്ഷെ എന്നെ കോട്ട് ചെയ്ത് പല പ്രാവശ്യം പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറയേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. തിരുമേനി, ഇപ്പം ഈ കേസ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ കേസ് നടത്തിപ്പിൽ ഒത്തിരി പാകപ്പിഴകളും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനിയിപ്പം അല്ലെങ്കിൽ ആ കേസിനെ അപകരിച്ച് കോടതികളിൽ നിന്നെല്ലാം നമുക്കൊരു നിരാശാപൂർവമായിട്ടുള്ള വിധികളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി മുന്നോട്ട് നമ്മുടെ കേസ് നടത്തിപ്പ് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക, ഇപ്പോൾ സ്വതന്ത്രമായിട്ട് പള്ളികൾ പോലും കേസുകൾ നടത്തുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മുടെ സഭയുടെ കേസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്താണെന്നും സ്വതന്ത്രമായിട്ട് കേസ് നടത്തുന്ന പള്ളികളെ സഭ എങ്ങനെയാണ് സഹായിക്കുന്നതെന്നുള്ളതൊന്ന് പറയാൻ ഒരുപാടായിരുന്നു. സമുദായ കേസ്, അതായത് 95 വിധി വന്ന കേസ് നടത്തിപ്പിൽ നേതൃത്വം കൊടുത്തിരുന്ന ആളാണ് മെലീത്തോസ് തിരുമേനി, അഭിമന്യ മെലീത്തോസ് തിരുമേനി. അന്ന് കുർലാൻ ചേട്ടനും ഒക്കെ അടങ്ങുന്ന ഒരു ടീമുണ്ടായിരുന്നു.
അന്ന് ഒത്തിരി പ്രവർത്തിച്ച ഒരാളാണ് അഭിമന്യ പിതാവായ DS കൊറോസിൽ. അദ്ദേഹം അന്ന് റമ്പാച്ചൻ ആയിരുന്നു, അത് അച്ഛനായിരുന്നു, വൈദികനായിരുന്നു. ഡൽഹി കേന്ദ്രീകരിച്ച ആ കേസ് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് നടത്തിയത്. പക്ഷേങ്കിൽ 34 കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ പരാമർശിക്കപ്പെട്ടു. കാരണം 34 കോൺസ്റ്റിറ്റ്യൂഷൻ 58-ലും അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് അവിടെ എടുത്തു പറയുന്നത്. യോജിപ്പിൻ്റെ സമയത്ത് അത് അംഗീകരിക്കപ്പെടുന്നല്ല, 34 കോൺസ്റ്റിറ്റ്യൂഷൻ കോടതി എന്ന് അംഗീകരിച്ചു. അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ വന്ന ആ കേസ് അത് നന്നായിട്ട് തന്നെ നടത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്ന് ഞാനൊന്നും അതിൻ്റെ അകത്ത് ഒത്തിരി ഇൻവോൾവ് അല്ല. അതിനകത്ത് അതിനുശേഷം നമ്മൾക്ക് കേസുകൾ സംബന്ധിച്ച് ഒരു ഡീവിയേഷൻ വരുന്നത് നമ്മൾ 2002 കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ച് പാരലായിട്ട് നമ്മളൊരു അസോസിയേഷൻ നടത്തി. അങ്ങനെ നമുക്കൊരു ഒപ്പീനിയൻ കിട്ടിയിരുന്നു. അന്ന് ശാന്തിഭൂഷണാണ് അന്നത്തെ ഏറ്റവും വലിയ ഒരു സീനിയർ ലോയർ. അദ്ദേഹമാണ് പറഞ്ഞത് മലങ്കര അസോസിയേഷൻ ഇത് വോളണ്ടറി അസോസിയേഷൻ. അങ്ങനെ ഒരു വോളണ്ടറി അസോസിയേഷനിലേക്ക് ചേരാനും ഡിസസോസിയേറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം യാക്കോബായ സഭയ്ക്കുണ്ട് എന്നുള്ള ശുപാർശ അല്ലെങ്കിൽ ആ ഒരു ലീഗൽ ഒപ്പീനിയൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ സംവിധാനത്തിലേക്ക് വരുന്നത്. കേസുകൾ മുന്നോട്ട് പോയി, 2 അസോസിയേഷൻ നടന്നു, വീണ്ടും കേസുകളായി. അങ്ങനെ കോലഞ്ചേരി പള്ളിയുടെ കേസ് വന്നു. അവിടെയൊക്കെ വന്നപ്പോഴത്തേക്കും കേസുകൾ പിന്നെ പള്ളികൾ തന്നെ ഏറ്റെടുത്ത് നടത്തുന്ന സ്ഥിതിയിലേക്ക് വന്നു. അവർ തന്നെ പൈസ ഉണ്ടാക്കുന്നു, അവർ തന്നെ കേസുകൾ പറയുന്നു. ആ കേസിൽ വന്ന വിധി വളരെ ഡാമേജിങ് ആയി. അത് കേസ് നടത്തിയതിൻ്റെ ദോഷമാണെന്ന് ഞാൻ പറയാൻ തയ്യാറല്ല. കാരണം അഡ്വക്കേറ്റ് പരാശരൻ സ്വാമിയാണ് കേസ് വാദിച്ചത്, വൈദ്യനാഥൻ. അവർ വളരെ നല്ല പ്രഗത്ഭരായ അഡ്വക്കേറ്റ്സാണ്. പക്ഷെ എന്തുകൊണ്ടോ മതവിഭാഗം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ ആ തെറ്റിദ്ധാരണ മാറ്റി സ്ഥാപിക്കുന്നതിൽ നമുക്ക് എന്തുകൊണ്ടോ പരാജയം സംഭവിച്ചതാണോ അതെയോ പിന്നീട് നിന്ന കാര്യങ്ങളിൽ ഈ വിധികൾ വന്നതിനെ സംബന്ധിച്ചൊക്കെ ഒത്തിരി പിന്നാമ്പുറം പറച്ചിലുകളുണ്ട്. അതൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. അങ്ങനെ ഒരു ഡിറ്റർമിൻഡ് ആയിട്ടുള്ളൊരു വിധി ആയിരുന്നുവെങ്കിൽ അതിനെ എത്ര നന്നായി വാദിച്ചാലും നമുക്ക് അനുകൂലമാക്കാനായിട്ട് സാധിക്കുകയില്ല. പക്ഷെ അതിന് ശേഷമാണെങ്കിൽ കൂടിയും പല കേസുകൾ വന്നു, പല ജഡ്ജസ് മാറി വന്നു. അവിടെയൊന്നും സഭയ്ക്ക് അനുകൂലമായൊരു വിധി സമ്പാദിക്കാനായിട്ട് പറ്റി. 2017 വേർഡിക്റ്റിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറുവിഭാഗം 100% ജയിച്ചു എന്നുള്ളതല്ല, പാത്രിയർക്കീസ് വിഭാഗത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിധി കൂടിയായിരുന്നു. അതാണ് ഇവിടെ ഉണ്ടായൊരു ട്രാജഡി എന്ന് പറയുന്നത്. അവിടെ ഒരു പുരാതന സഭയുടെ അസ്തിത്വം പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നയിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി. ഇപ്പോഴും കേസുകളുണ്ട്. ആ കേസുകൾ കോർഡിനേറ്റ് ചെയ്യാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഒത്തിരി പരാജയങ്ങളിലേക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ വിശ്വാസ്യത നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിൽ ഇനി ഏതെങ്കിലും ഒരു കേസിൽ ഒരു അനുകൂലമായ ഒരു വിധി ഉണ്ടായെങ്കിൽ മാത്രമേ അതൊന്നും ഏകീകരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ. സഭ പല പള്ളികളുടെയും കേസ് നടത്തിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കുരിഞ്ഞി പള്ളിയുടെ കേസിൽ സഭയ്ക്ക് ഒരു 1.5 കോടി രൂപ അഡ്വക്കേറ്റിന് പൈസ കൊടുത്ത പൈസ മാത്രം സഭയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അല്ല പള്ളിക്ക് പൈസയൊന്നുമില്ല. പക്ഷെ പല പള്ളികളും സഭയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കുമൊക്കെ അറിയാവുന്നതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. എന്നാൽ ഇപ്പോഴും സഭ ഫണ്ടൊക്കെ സമാഹരിച്ചുകൊണ്ട് അങ്ങനെ പലരിൽ നിന്നുമൊക്കെയായിട്ട് കടമെടുത്തുകൊണ്ടുമൊക്കെ ഇപ്പോഴും കേസ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിൽ വിജയമുണ്ടാകുമെന്നും നമുക്ക് ഉറപ്പൊന്നും. പക്ഷേ നമ്മൾ അവസാനം വരെ ലീഗലായിട്ട് ഇതിനൊരു ഒരു സാങ്ക്ടിറ്റി അല്ലെങ്കിൽ ലീഗലായിട്ട് ഒരു റിലീഫ് കിട്ടുന്നതിന് വേണ്ടി, കാരണം ഒരു നീതിന്യായ വ്യവസ്ഥിതിയോട് നമുക്ക് ധികാരപരമായിട്ട് നിൽക്കാനൊന്നും സാധിക്കുകയില്ല. അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ട് നീതിന്യായ കോടതിയിൽ നിന്ന് തന്നെ നീതി ലഭിക്കണമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നമ്മളിപ്പോഴും അതിനുവേണ്ടി പരിശ്രമം തുടരുന്നു. ആ പരിശ്രമത്തിൽ പള്ളികൾ എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഓരോ പള്ളികൾക്കും വേണ്ടി അവിടെ അപ്പിയർ ചെയ്യുന്ന അഡ്വക്കേറ്റ്സ് ഒരേ സ്വരത്തിൽ വാദിക്കാനായിട്ട് സാധിക്കണം. അവിടെ നമുക്കുള്ളൊരു ബലഹീനത കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ 1912 അന്ന് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട പരിശുദ്ധ പത്രിയർക്കീസ് ബാവ വന്ന് ഒരു കാതോലിക്കായെ വാഴിച്ചു. ഒരു കാതോലിക്കേറ്റ് ഇവിടെ ഉണ്ടായി. അവർ അന്ന് മുതൽക്ക് ഒരു സ്വതന്ത്ര സഭയായിട്ട് പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തുകൊണ്ടിരുന്നു.
അതോടൊപ്പം 34 കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി. പക്ഷെ നമ്മളെ കാനോൻ ലോയിൽ മാത്രം കുറച്ച് കാനോൻ ലോ അതാണ് നമ്മുടെ 2002 വരെ സഭയ്ക്കായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ള വലിയ പരാജയം സഭാ ചരിത്രത്തിൽ ഉണ്ടായ ഒരു പരാജയം തന്നെയാണ്. അത് നമ്മൾ ആരെ കുറ്റം പറയും? ആലുവാലി വലിയ തിരുമേനി കുറ്റം പറയാൻ പറ്റും? അങ്ങനെ ആരെയും നമുക്ക് കുറ്റം പറയാനൊക്കത്തില്ല. ഇറ്റ്സ് ഓൾ ഹാപ്പൻഡ്. ആ ഒരു സാഹചര്യത്തിലാണ് 58 കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന്റെ വിധിയിൽ സഭയ്ക്ക് സഭയുടേതായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. വീണ്ടും അതിൽ നിന്നും നമ്മൾ പാഠം പഠിച്ചില്ല. 75 സമുദായത്തിന്റെ 70കളിലെ അല്ലെങ്കിൽ 95 കോടതി വാദം 25 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വ്യവഹാരമായിരുന്നു. അവിടെ നമ്മുടെ കണിയാമരം ബലച്ചനക്ക് എത്രയോ ദിവസങ്ങൾ, അതൊക്കെ എന്ത് ചരിത്രം അതൊക്കെ. അങ്ങനെ താഴെ കോടതികൾ തുടങ്ങി സുപ്രീം കോടതിയിൽ വന്നപ്പം ഈ 25 വർഷക്കാലത്തെ വ്യവഹാരത്തിൽ സഭയുടേതായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല. അതെന്തായിരുന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. പല കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല കളറിലായിരുന്നു. പക്ഷെ അതൊന്നും ഒരു അപ്രൂവലായി കോടതിയെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കാതെ പോയതാണ് ഈ വലിയ പരാജയത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. പല നമ്മുടെ പള്ളികൾ, ഇപ്പൊ മണർകാട് പള്ളി ഉൾപ്പെടെയുള്ള പള്ളികൾക്ക് അത് അവരുടേതായിട്ടുള്ള ഒരു ഭരണഘടന ഉണ്ടായിരുന്നു. അതൊരു കാര്യമാണ്. കാരണം നമ്മളുടെ അഡ്വക്കേറ്റ്സ് വാദിക്കുമ്പോൾ ഒന്നിൽ ഉടമ്പടി പറയും, അതല്ലെങ്കിൽ പറയും ആ പള്ളിയുടെ ഒരു നിയമാവലി പറയും, അതല്ലെങ്കിൽ ഒരു കുടുംബ പള്ളി എന്നുള്ള നില കുടുംബത്തിന്റെ ഒരു നിയമാവലി പറയും. നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകാതെ പോയത് നമ്മളുടെ ഒരു പരാജയം തന്നെയാണ്. അവിടെയാണ് ക്നാനായ സമുദായം, സിംഹാസന പള്ളികൾ, പൗരസ്ത്യ സുശേഷ സമാജം, അതുപോലെ തന്നെ ഓണവാർ മിഷൻ, ഇവർക്കൊക്കെ ഒരു ചെറിയ കടലാസ് കഷ്ണമെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് കൊടുക്കാനുണ്ടായിരുന്നു. ഇതുപോലെ തന്നെയാണ് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനും. അതൊരു കടലാസ്, ഒരു ബുക്ക്ലെറ്റ് മാത്രമാണ്. അതൊരു രജിസ്റ്റേർഡ് പോലും അല്ലാത്ത ഒരു ഡോക്യുമെന്റ് ആണ്. പക്ഷെ അത് കോടതി അംഗീകരിച്ചു എന്നുള്ള നമ്മൾ അതിനെ ആദരിച്ചേ ഒക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ സ്വീകരിക്കണമെന്നൊന്നുമില്ല. ആദരവുണ്ട്, കോടതിയുടെ പറഞ്ഞിരിക്കുന്നത് ആദരവുണ്ട്. പക്ഷെ അത് സ്വീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അന്ന് ഈ പറഞ്ഞ എൻറ്റിറ്റിക്കെല്ലാം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നുകൊണ്ട് അവർക്ക് അനുകൂലമായ വിധി കിട്ടി. നമുക്ക് ദോഷമായ നമ്മൾ ഈ 34 അംഗീകരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ആ 25 വർഷത്തെ വ്യവഹാരത്തിൽ സഭയുടേതായ കാനോൻ നിയമം അനുസരിച്ചുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ 95 വിധിയിൽ 10 കാര്യം ചോദിച്ചാൽ 9 കാര്യം നമുക്ക് അനുകൂലമാണ്. 10ാമത്തെ കാര്യമാണ് നമുക്ക് ദോഷമായിട്ടെന്ന് വാദിച്ചതൊക്കെ 34 കോൺസ്റ്റിറ്റ്യൂഷനാണ്. നമുക്കൊന്നുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ വരില്ലായിരുന്നു. ഇതൊക്കെ ഒരു ചരിത്രപരമായ സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളുമാണ്. ഇതൊന്നും ബോധ്യപ്പെടാതെ നമ്മൾ കേസ് പറഞ്ഞവരെയും കേസ് നടത്തിയ അഡ്വക്കേറ്റ്സിനെയും അല്ല കേസിന് വാദിച്ച അഡ്വക്കേറ്റ്സിനെയോ അല്ല കേസ് നടത്തിയവരെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഇതൊക്കെ നമ്മൾക്ക് പറ്റിയ ചില വീഴ്ചകളാണ്. അതിൽ നിന്നും നമ്മൾ പാഠം പഠിച്ച് വിശ്വാസ സമൂഹം ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതല്ലെങ്കിൽ കേസ് നടത്തിയവരെ കുറ്റം പറയും, അഡ്വക്കേറ്റ്സിനെ കുറ്റം പറയും, പള്ളി പോകുമ്പോൾ മെത്രാച്ചിനെ കുറ്റം പറയും, കോടികൾ വാങ്ങിച്ച് പള്ളികൾ വിൽപ്പനയ്ക്ക് വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റം പറയും. ഇങ്ങനെ കുറ്റം പറയുന്നതിന് ആർക്കും യാതൊരു ദൗർലഭ്യമില്ലാത്തൊരു കാലഘട്ടമാണ്. പലരും പലതും പറയുന്നത് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടല്ല. യാഥാർത്ഥ്യങ്ങൾ ഇനി മൂടി വയ്ക്കുന്നതിൽ അർത്ഥമില്ല. ഇനി അതെല്ലാം നമ്മൾ തുറന്നു പറയണം. യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയാതെ വിശ്വാസി സമൂഹത്തെ തെറ്റായ വഴിയിലൂടെ നയിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. സത്യങ്ങൾ പറഞ്ഞതുകൊണ്ടേ നയിക്കാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ പോയ പള്ളികളെല്ലാം പിടിച്ചു തരാനായിട്ട് ഞാൻ ഒരു പള്ളിക്കാർക്ക് ഒരു വിശ്വാസിക്കും വാക്ക് കൊടുക്കില്ല. എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അതേസമയം ഈ പോയ പള്ളികളുടെ സ്ഥലത്ത് എൻ്റെ വിശ്വാസത്തിലുള്ള വിശ്വാസ സമൂഹം കൂടെ ഉണ്ടെങ്കിൽ അതുപോലത്തെ പല പള്ളികൾ പണിയാനായിട്ട് കൂടെ നിൽക്കാനും മുന്നിൽ നിൽക്കാനും എനിക്ക് സാധിക്കും. ഇനിയും പോകാനിരിക്കുന്നെന്ന് കരുതുന്ന പള്ളികൾ പോകാതിരിക്കാൻ പോകുന്നത് വരെ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും അതെല്ലാം ചെയ്യുന്നതിന് ഞാൻ മുന്നിലുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പരസ്യപ്പെടുത്തുന്ന ഒരു സ്വഭാവം എനിക്കില്ല. അങ്ങനെ പരസ്യപ്പെടുത്താത്തത് കൊണ്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് ആരെങ്കിലുമൊക്കെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അതിനും എനിക്ക് മറുപടി ഒന്നും പറയാനില്ല. നമ്മൾ ചെയ്യുന്നതൊന്നും ആരെയും ബോധ്യപ്പെടുത്താനായിട്ട് ചെയ്യുന്നതല്ല.
നമ്മൾക്ക് ചെയ്യേണ്ടതായ ഉത്തരവാദിത്തങ്ങൾ നല്ല നിലയിൽ നിറവേറ്റുക, അതിനുവേണ്ടി പൂർണ്ണമായ പരിശ്രമം നടത്തുക. കേസിനെ സംബന്ധിച്ച് അത്യാവശ്യം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വളരെ ലാർജർ പെർസ്പെക്റ്റീവിലുള്ളതായ ഒരു മറുപടി തന്നെയാണ് ഞാൻ തന്നിരിക്കുന്നത്. തിരുമേനി, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ ഉണ്ട്. തിരുമേനി, ഈ അവസരത്തിൽ നമ്മുടെ ഇടവകക്കാർക്ക് പള്ളികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇനിയും മറ്റു പള്ളികളും കൂടെ നഷ്ടപ്പെടേണ്ടി വന്നേക്കാം. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ജനങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഇടവകക്കാരെ സംബന്ധിച്ച് അതിയായ ദുഃഖമുണ്ട്. അപ്പം ഈ ഒരു അവസരത്തിൽ അവരോട് എന്താണ് തിരുമേനിക്ക് പറയാനായിട്ടുള്ളത്? യഥാർത്ഥത്തിൽ ഈ വിശ്വാസികളാണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരോട് സംസാരിക്കുന്നതിൽ കൂടുതലായിട്ട് ഈ വിശ്വാസികൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ ഞാൻ അവരോട് പറഞ്ഞ് ബലപ്പെടുത്തുന്നതിൽ കൂടുതലായിട്ട് ഞാൻ ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിൽ നിന്നും, അവർ ആർജിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നും, അവർക്ക് അവരുടെ മുൻഗാമികളിലൂടെ അവർക്ക് കൈമാറി തന്ന വിശ്വാസത്തിൻ്റെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്നത് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും, സെമിത്തേരി പോയാലും, അടക്കം നടന്നില്ലെങ്കിലും ആ വിശ്വാസത്തെ അവർ പരിരക്ഷിക്കുക. അവരാണ് എന്നോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്, അവരാണ് എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, അവരുടെ പ്രവൃത്തിയാണ് എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വിശ്വാസത്തിൽ, ആ ബലത്തിൽ, ആ പൂർണ്ണതയിൽ അവരോടൊപ്പം നിന്ന് മുൻപോട്ട് പോകണം എന്നത് മാത്രമേ എനിക്കിതിൽ പറയാനായിട്ടുള്ളൂ. തിരുമേനി, അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ സഭയിൽ പരിശുദ്ധ സുന്നതദോസ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഒരു നിയുക്ത ബാവായെ നിയമിക്കാനായിട്ട്, അല്ല നമുക്ക് ശക്തി പകരാനായിട്ട്, നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പം പൊതുവിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ഈ നിയുക്ത ബാവായെ സ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റി തിരുമേനിക്ക് എന്താണ് കൂടുതൽ പറയാനായിട്ടുള്ളത്? പൊതുവിപ്പോൾ ഒരു ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അത്. ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു വലിയ ചർച്ചയ്ക്ക് ഒരു ഇടം വന്നത് ഗുണമായോ ദോഷമായോ എന്ന് എനിക്കറിയില്ല. ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് വന്ന ഒരു തീരുമാനമാണ്. ഒരു പ്രീ മെഡിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന പോലീസ് പ്രൊട്ടക്ഷൻ സംബന്ധിച്ചുള്ള കേസിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞ ചില നിഗമനങ്ങൾ അത് ഒത്തിരി ഭയപ്പെടുത്തുന്നതായിരുന്നു. അദ്ദേഹം നല്ല ഉദ്ദേശത്തിലായിരിക്കാം പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പറയുന്നു സഭ ഒന്നാണ്. അദ്ദേഹം പറയുന്നു സഭ രണ്ടായി പോകേണ്ടതല്ല. അദ്ദേഹം പറയുന്നു 34 കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കും. അപ്പം അതിനൊത്തിരി മാനങ്ങളുണ്ട് ആ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ. അത് പറയുമ്പം ഈ പള്ളികളുടെ ഡെസ്റ്റിനി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അവിടെയാണ് സഭ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. കോടതി എന്ത് പറയുന്നു എന്നുള്ളതല്ല, നമ്മൾക്ക് നമ്മളുടെ വിശ്വാസമാണ് വലുത്. അത് കൈമാറി തന്ന പിതാക്കന്മാരുടെ ഖബർ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ ധന്യമായ സ്മരണകൾ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ വിശ്വാസത്തിൽ തുടർന്നേ മതിയാകും. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ഇന്ത്യയിലെ ഒരു കാത്തോലിക്കേറ്റ് എന്നാണല്ലോ നമ്മളുടെ ഒരു വിശേഷണം പുതിയതായിട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഇന്ത്യക്കെങ്കിൽ ഇന്ത്യക്ക് ഒരു കാതോലിക്ക ഉണ്ട്. അതിൽ ഇവിടുത്തെ ജനങ്ങൾ വളരെ സന്തോഷത്തിലാണ്. ഇവിടെ ഒരു കാതോലിക്കേറ്റ് തുടർന്നും ഉണ്ടാകണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു കാതോലിക്കേറ്റ് ഉണ്ടാവും, അത് നമ്മുടെ അവകാശമാണ്. അത് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ നമുക്ക് അംഗീകരിച്ച് തന്നിട്ടുള്ളതാണ്. പിന്നെ നമ്മൾക്കൊരു കാതോലിക്ക ബാവ ജീവിച്ചിരിക്കുമ്പോൾ ഒരാളെ തിരഞ്ഞെടുക്കുന്ന രീതിയൊന്നും നമുക്കില്ല. പക്ഷെ സഭയുടെ ഇന്നത്തെ പരിസ്ഥിതിയിൽ അങ്ങനെ ഒരു ചിന്ത ജനങ്ങളിലേക്ക് വന്നു. അതിൽ തിരുമേനി വരെ ഞാനൊന്നും ഇൻവോൾവ് അല്ല. അങ്ങനെ ഒരു അഭിപ്രായം വന്നപ്പോൾ അഭിപ്രായം കൂടുതൽ ശക്തിപ്പെട്ടു, ബലപ്പെട്ടു. അത് മാനേജിങ് കമ്മിറ്റിയിൽ വന്നു, അവിടെയും ബലപ്പെട്ടു. യുനാനിമസ് ഡിസിഷൻ വന്നു. അങ്ങനെ വന്നപ്പോൾ അത് സുന്നഹദോസിലേക്ക് വരുന്നൊരു സാഹചര്യമുണ്ടായി. സുന്നഹദോസിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായുടെ അംഗീകാരമൊക്കെ ഒരു തീരുമാനങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് വേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഈ വിഷയം സംബന്ധിച്ച് കൂടുതലായിട്ടുള്ള സമിതികളുടെ തീരുമാനങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകണം. ശ്രേഷ്ഠ കാതോലിക്ക ബാവായുടെ അനാരോഗ്യമായിരിക്കും അങ്ങനെ ചിന്തിപ്പിച്ചിട്ടുള്ളത്.
ആ അനാരോഗ്യത്തിൽ സഭയ്ക്ക് മുൻപോട്ട് ഒരു ശക്തമായ നേതൃത്വം ഉണ്ടാകുമെന്നും സഭയ്ക്ക് ഇന്നലകൾ വരെ എങ്ങനെ സഭയായിരുന്നുവോ അങ്ങനെ തന്നെ നാളെകളും ആയിരിക്കണമെന്നുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ആഗ്രഹം ജനങ്ങളിലുമുണ്ട്. ആ ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യം ബലപ്പെടുന്നതിന് വേണ്ടി ഉണ്ടായ ഒരു ചർച്ചയാണിത്. അതൊരിക്കലും തെറ്റായ ഒരു ചർച്ചയായിട്ടൊന്നും നമുക്ക് കാണാൻ ഒക്കത്തില്ല. പക്ഷെ നീക്തൻ എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ ഇവിടെ സാധാരണ അങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നു, കീഴ്വഴക്കമില്ല എന്നുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് ഞാനിവിടെ മനസ്സിലാക്കുന്നത്. ഞാൻ കേട്ടിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ അതൊരു ജനകീയമായ ഒരു ആഗ്രഹവും സമിതികളിലൂടെ ഉയർന്നു വന്ന ഒരു ഏകാഭിപ്രായവുമായിട്ട് മാത്രം അതിനെ കാണുക, അതിനെ മാനിക്കണം, അതിനെ മാനിച്ചേ മതിയാകൂ. പക്ഷെ അത് എങ്ങനെയായിരിക്കണം എന്നുള്ള ആലോചനകൾ നടത്തി പ്രാർത്ഥിച്ചൊക്കെ നമുക്ക് തീരുമാനമെടുത്താൽ മതി. ഇനിയും അതിന് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നമുക്ക് ചില തീരുമാനങ്ങളുണ്ട്. അത് അസോസിയേഷനാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. അത് മാനേജിങ് കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യാം. സുന്നഹദോസിന് വേണമെങ്കിൽ അവിടെ നിന്നൊരു കാൻഡിഡേറ്റിനെ ഒരു വേണേൽ പ്രപ്പോസ് ചെയ്യാം. ജസ്റ്റ് പ്രപ്പോസ് ചെയ്യാമെന്നുള്ള അല്ലാതെ അത് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് നമ്മുടെ അസോസിയേഷനാണ്. നമുക്ക് അങ്ങനെ ഒരു സംവിധാനം ഇപ്പോഴുണ്ട്. ചിലർ വിചാരിക്കുന്നുണ്ട് 2002 കോൺസ്റ്റിറ്റ്യൂഷൻ ജസ്റ്റിസ് അരുൺ മിശ്ര അത് ഇൻവാലിഡേറ്റ് ചെയ്തു എന്നൊക്കെ. അങ്ങനെയൊന്നും ആരും കരുതണ്ട. നമുക്ക് ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിക്കാം. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് മാറ്റർ. 2002 കോൺസ്റ്റിറ്റ്യൂഷൻ യാക്കോബായ സുറിയാനി സഭയ്ക്ക് അത് സഭയുടെ അംഗീകൃത കോൺസ്റ്റിറ്റ്യൂഷനാണ്. പക്ഷേങ്കിൽ 2002 കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് മലങ്കര സഭയുടെ അവരവകാശപ്പെടുന്ന ദേവാലയങ്ങളിൽ ഈ 2002 കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിംവർക്കിൽ നിൽക്കുന്ന പാരലൽ സംവിധാനം എന്ന് കോടതി പറഞ്ഞിരിക്കുന്ന സംവിധാനം അവരവകാശപ്പെടുത്തുന്നത് പ്രവർത്തിക്കുന്നതിന് മാത്രമേ അരുൺ മിശ്ര ഒരു തടസ്സം നിന്നിട്ടുള്ളൂ. അതല്ലാതെ അഡ്മിനിസ്ട്രേഷൻ അതല്ലാതെ നമ്മൾക്ക് ആ സിസ്റ്റം അനുസരിച്ച് മുന്നോട്ട് പോകുന്നതിന് ഒരു തടസ്സവും ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും നമ്മൾ ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ബേസിലാണ് നമ്മൾ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ മുന്നോട്ടും പ്രവർത്തിക്കണം എന്നുള്ളത് തന്നെയാണ് സഭ എടുത്തിരിക്കുന്ന തീരുമാനം, സമിതികളുടെ ആലോചനയിലുമുള്ളതും. മാറ്റങ്ങൾ വരുത്താം, അതിന് ചേഞ്ചസ് വരുത്താം, അതിന് അമെൻമെൻറ്റ്സ് വരുത്താം, അങ്ങനെ പല കാര്യങ്ങളും കുറേ അമെൻമെൻറ്റ്സ് അതിൽ വരുത്തേണ്ടതായിട്ടുണ്ട്. അത് കാലോചിതമായിട്ട് അസോസിയേഷൻ കൂടുമ്പോൾ അല്ലെങ്കിൽ പിന്നീട് സമയത്തുമൊക്കെ അതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആത്യന്തികമായി ഒരു കാതോലിക്കേറ്റ് ഇവിടെ ഉണ്ടാകുന്നെങ്കിൽ, കാതോലിക്കേറ്റ് പിന്തുടർച്ച ഉണ്ടാകുമ്പോൾ അത് ആ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടുന്നത് നമ്മളുടെ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനാണ്, അസോസിയേഷനിലൂടെയാണ്. അതങ്ങനെ തന്നെ ആയിരിക്കും. തിരുമേനി, ഇത്രയും അധികം വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ചു തന്നെ തിരുമേനിയോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഈ ഇത്രയും പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഇത്രയും കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അങ്ങ് കാണിച്ച മനസ്സിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞാൻ ആദ്യം ഒരു ഇന്റർവ്യൂ ഈ സമയത്ത് ഒഴിവാക്കണമെന്ന് മനസ്സുകൊണ്ട് ഓർത്തെങ്കിലും ആളുകൾക്ക് ഒത്തിരി അവരുടെ ആലോചനകളിലും ചിന്തകളിലും ഒക്കെ ഒത്തിരി ആശങ്ക ഉള്ളതുപോലെ തോന്നി. തന്നെയുമല്ല, ചില കാര്യങ്ങൾ വ്യക്തത ഉണ്ടാകണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ചില ചോദ്യങ്ങൾക്ക് ഞാൻ തന്നെ അല്പം വിപുലമായിട്ട് തന്നെ ചില മറുപടികൾ പറയാനായിട്ട് ഇടയായത്. നിശ്ചയമായിട്ടും നമ്മുടെ വിശ്വാസി സമൂഹത്തിന് ഇത് കേൾക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾക്ക് ഒരു സഭ എന്നുള്ള നിലയിൽ പരിശുദ്ധ പത്രീർക്കീസ് ബാവയുടെ ആത്മീയ മേലധ്യക്ഷതയ്ക്ക് കീഴിൽ നമുക്കൊരു കത്തോലിക്കേറ്റ് ഇവിടെ ഉണ്ട്. ആ ബാവായുടെ കീഴിൽ നമ്മുടെ തിരുമേനിമാരെല്ലാവരും ഒരുമിച്ച് നിന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികർ, നമ്മുടെ ഭക്തസംഘടനയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ വിശ്വാസ സമൂഹം, നമ്മുടെ സഭയുടെ ഭരണസമിതി അംഗങ്ങൾ, നമ്മുടെ വിശ്വാസി സമൂഹം എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ ഒരു വലിയ പ്രതിസന്ധിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നമ്മളെ അങ്ങനെ ചെറുതായി കണ്ട് കീഴ്പ്പെടുത്താനോ ഇല്ലാതാക്കാനോ ചിതറിച്ച് കളയുവാനോ ഒന്നും ഒരു ശക്തിക്കും സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആവർത്തിച്ച് പറയട്ടെ, ഇതൊരു ദൈവത്തിൻ്റെ സഭയാണെന്ന് ഞാൻ എന്നും വിശ്വസിക്കുന്നു. അതാണ് നമ്മളുടെയും വിശ്വാസം. അതുകൊണ്ട് അതിനെ ശിഥിലമാക്കാനോ ഇല്ലാതാക്കാനോ ആര് വിചാരിച്ചാലും സാധിക്കില്ല. നിയമ പോരാട്ടത്തിൽ ജയപരാജയങ്ങൾ ഉണ്ടാകും. നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു. ആ പരാജയം സമ്മതിക്കുമ്പോൾ തന്നെ വിശ്വാസ കാര്യത്തിൽ പരാജയമല്ല, ഒന്നുകൂടി അത് പ്രോജ്വലിക്കുന്ന ഒരു വിശ്വാസമായി ഈ സമൂഹം, ഈ വിശ്വാസ സമൂഹം നമ്മുടെ കേരള സമൂഹത്തോടും ലോകത്തോടും മുഴുവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കങ്ങനെ അടിയുറച്ചു നിൽക്കാം. എല്ലാവരും ഒരുമനപ്പെട്ട് ഒരു മനസ്സോടെ
ഒരേ ശബ്ദത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇടർച്ചയുണ്ടാകുന്ന ശബ്ദങ്ങൾ ആരിൽ നിന്നും ഉണ്ടാകാതിരിക്കട്ടെ. വൈരുദ്ധ്യങ്ങളും വിദ്വേഷങ്ങളും ഒക്കെ മറന്ന് നമ്മൾക്കൊരു സഭയായി മുന്നോട്ട് പോകുന്നതിന് സാഹചര്യം ഉണ്ടാകട്ടെ. ഈ ഇൻ്റർവ്യൂ അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പ്രത്യേകിച്ചും നമ്മുടെ മണറാട് പള്ളിയിലെ ശുശ്രൂഷ സംഘം അവരൊരു നല്ല ശുശ്രൂഷയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. അവരുടെ ശുശ്രൂഷ മതബഹായ്ക്കകത്തുള്ള ശുശ്രൂഷയിൽ ഒതുങ്ങി നിൽക്കാതെ ആ ശുശ്രൂഷയുടെ മറ്റൊരു രൂപമായി ഇത് ഇങ്ങനെയുള്ള ഡിസ്കഷൻസ്, ഇങ്ങനെയുള്ള ചിന്തകൾ ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും സത്യമായ ശരിയായ കാര്യങ്ങൾ ജനങ്ങളിലേക്കും, അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളാണ് മറുവിഭാഗത്തിൽ ഉപദ്രവിക്കുന്നുണ്ടെങ്കിലും നമുക്കത് ഉപദ്രവമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഒത്തിരി അകൽച്ചയും ഒത്തിരി വിദ്വേഷവും ഒക്കെ ആയിപ്പോയി. എന്നിരുന്നാൽ കൂടിയും സഹോദരങ്ങളായിട്ട് നമുക്ക് അവരെ കാണാം. അവരും ഇതൊക്കെ മനസ്സിലാക്കട്ടെ. ഒരു വിശ്വാസി സമൂഹം ആരാധിച്ചു വരുന്ന ആരാധനാലയങ്ങൾ അവിടെയുള്ള മുഴുവൻ ജനങ്ങളെയും അടിച്ചിറക്കി. ഒരാൾ പോലും ഇവിടെ കുർബാനയ്ക്കില്ല എന്നുള്ളത് എൻ്റെ ഓർത്തഡോക്സ് സഭയിലെ അനുഗ്രഹീതരായ മെത്രാച്ചന്മാരും വൈദികരും ജനങ്ങളും അതൊക്കെ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു പുതിയ ബാവ അവിടെ അമരത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കണം. കോട്ടയത്തുള്ള തിരുവാർപ്പ് പള്ളിയിൽ 2 കുടുംബങ്ങൾ പോലും ഇവിടെ കുർബാന കാണാനില്ലല്ലോ. 2 കുടുംബങ്ങളിലും തികച്ചവിടെ ഉണ്ടോ? ഇല്ല. അവിടെ ആ ഉടമസ്ഥർക്ക്, അവകാശപ്പെട്ടവർക്ക് അവരപ്പോൾ ഷെഡ് കെട്ടി കുർബാന ചൊല്ലുവാണ്. ഇതിലെ അനീതി, ഇതിലെ നീതികേട്, ഇതിലെ ദൈവത്തിന് നിരക്കാത്തതായ പ്രവൃത്തികൾ നമുക്കിവിടെ വിധി മാത്രമല്ലല്ലോ. കോടതി വിധി എന്തുമാകട്ടെ, കോടതി വിധി എന്തുമാകട്ടെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്ന് ചിന്തിച്ചുകൂടെ? ഇനിയും നിങ്ങളുടെ സഹോദരങ്ങളല്ലേ ഞങ്ങൾ, നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? അത് നിങ്ങളുടെ പള്ളി, അവർ ആരാധിക്കട്ടെ, അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? ഓർത്തഡോക്സ് സഭയ്ക്ക് എന്തിൻ്റെയെങ്കിലും കുറവുണ്ടോ? എന്തിൻ്റെയെങ്കിലും കുറവുണ്ടോ? അന്യൻ്റെ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ തട്ടിപ്പറിക്കേണ്ട ആവശ്യമുണ്ടോ? അബ്രഹാം ലോത്തിനോട് പറഞ്ഞതുപോലെ എന്തുകൊണ്ട് പറയാൻ സാധിക്കുന്നില്ല? ഇതെൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥനയാണ്, അപേക്ഷിക്കുകയാണ്. ഓർത്തഡോക്സ് സഹോദരങ്ങൾ, നേതൃത്വം കൊടുക്കുന്ന ബാബ തിരുമേനി, അവിടുത്തെ മെത്രാച്ചന്മാർ, അവിടുത്തെ വൈദികർ, അവിടുത്തെ തിയോളജിയൻസ്, അവിടുത്തെ വിശ്വാസ സമൂഹം, എല്ലാവരും ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളതിൽ നിന്നും പാഠം പഠിച്ച് യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ട് നമുക്ക് സഹോദരങ്ങളായി ജീവിക്കാം. എവിടെയെല്ലാം വിട്ടുവീഴ്ചകൾ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത്രയും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, ഇനിയും നഷ്ടപ്പെടണമോ? നഷ്ടപ്പെടുത്താൻ തയ്യാറാണ്. നഷ്ടപ്പെടട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളായി ജീവിക്കാനുള്ള ഈ ഭാരതത്തിൽ നമ്മൾ ക്രൈസ്തവരാണ്. ക്രിസ്തീയ സാക്ഷ്യത്തിന് നിരക്കാത്ത നിലയിൽ ഒന്നും സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധയുള്ളവരാവുക. ഞാനും എൻ്റെ വിശ്വാസ സമൂഹത്തോട് അത് തന്നെയാണ് പറയുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.